രശ്മി വർക്കിലേക്ക് സ്വാഗതം. ഇത് GC സെറ്റാണ്. ഈ വർക്കിൻ്റെ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ഒന്ന് ഇത് പരിചയപ്പെടുത്തിയിട്ട് അത് ചെയ്യാമെന്ന് കരുതി. അതാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ നോബ് അങ്ങ് ഇളക്കാം. ഇത് പുതിയതായിട്ട് നോബ് ഉണ്ടാക്കണ്ട, ഇതൊന്ന് വൃത്തിയാക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നോബ്. ഇംഗ്ലണ്ട് വാൽവൊക്കെയാണ് ഇതിൽ കിടന്നിരുന്നത്. 1-2 വാൽവൊക്കെ പോയതാണ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് റീകണ്ടീഷൻ ചെയ്യാൻ പറ്റത്തില്ല. നേരത്തെ ഇതൊന്ന് അഴിച്ചതാണ്. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് വീണ്ടും ഒന്ന് അഴിച്ച് കാണിക്കുന്നത്. ഈ സൈഡിലൊരു നോബുണ്ട്, അത് ഓൺ ഓഫ് സ്വിച്ചാണ്. ഇതിൽ എഴുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏതാണെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലണ്ട് റേഡിയോയുടെ വീഡിയോ എടുത്താൽ നമുക്കറിയാൻ പറ്റും ഇത് എന്താണ്, എവിടെയാണ് സാധനങ്ങൾ, വോളിയം, ബാസ്, ട്രിപ്പിളൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇത് നോബെല്ലാം ഇളക്കി കഴിഞ്ഞു. എത്ര നോബുണ്ട്? ഇത് 1, 2, 3, 4, 5 നോബുണ്ട് ഇതിൽ. അപ്പോൾ ഒരു നോബ് സൈഡിൽ വരും. അപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന ബോർഡ് നമുക്കൊന്ന് ഇളക്കാം. അകത്തെ ബോർഡ് ഇളക്കാം. ഇത് തൽക്കാലത്തേക്ക് ഇതിൻ്റെ ഉൾവശം ഇതാണ്. ഒരു 6 ഇഞ്ച് ഊഫറാണ് ഇതിൽ വെക്കാൻ പോകുന്നത്. 6 ഇഞ്ചിൻ്റെ വലിപ്പമുണ്ട്. ഇപ്പം 8 ഇഞ്ച് വെക്കാൻ പറ്റത്തില്ല, അത്രയൊക്കെയുള്ള വലിപ്പമില്ല. ഇതിൻ്റെ അടിഭാഗമാണെങ്കിൽ എല്ലാം തകർന്നു പോയിരിക്കുകയാണ്. എല്ലാം ഊരി വരുന്നു. ഇത് അഴിച്ചപ്പോൾ ഇതെല്ലാം ഊരി വരുന്നുണ്ട്. എല്ലാം പൊടിയാണ്, നിറച്ച് പൊടിയാണ്. ഈ ഡയൽ വന്നിട്ട് ഒന്നും പോയിട്ടില്ല. അപ്പോൾ അത് നമുക്ക് കഴുകിയെടുത്താൽ വൃത്തിയാവുമെന്ന് തോന്നുന്നു. വൃത്തിയാകും. അപ്പോൾ അതാണ് മാജിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടൈപ്പിലുള്ള റൗണ്ടിലിരിക്കുന്ന മാജിക്കയാണ് ഇത് വെച്ചിരിക്കുന്നത്. അതേ ഫാഷനിൽ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഈ ഡയലൊക്കെ നമുക്ക് അഴിച്ച് അതെല്ലാം കഴുകി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. പിന്നെ ഇതിൻ്റെ അടിപ്പലകയെല്ലാം പോയിട്ടുണ്ട്, മൊത്തവും പോയതാണ്. അപ്പോൾ അടിപ്പലയൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ സൈഡും എല്ലാം പൊളിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ സൈഡ് ഒറ്റ പലക വെച്ച് ഇങ്ങനെ ഷേപ്പിലെടുത്ത് വൃത്തിയാക്കണം. പിന്നെ ഇതിൻ്റെ മേൽഭാഗമാണെങ്കിൽ അതും പൊളിഞ്ഞു പോയിട്ടുണ്ട്. മേൽഭാഗത്തെ ഒരു പലക ഇങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വന്നിട്ട് ഇത് ഐവറി കളർ അടിച്ചാലോ എന്നൊരു പ്ലാനുണ്ട്. ഇത് ചെയ്തു വരുമ്പം അതിൻ്റെ ഭംഗിയായിട്ടുള്ള ഏതാണ് മൈൻഡിൽ തോന്നുന്നത് അതങ്ങ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഐവറി കളർ അടിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ കർട്ടന് വേണ്ടി ഞങ്ങൾ അന്വേഷിച്ചിറങ്ങുകയാണ്. അത് എവിടെയാണ് കിട്ടുന്നതെന്ന് ഇതുവരെ ഒരു ഊഹമായിട്ടില്ല. ഇനിയിപ്പം കോട്ടയത്തോ എവിടെയെങ്കിലും പോയി ഇത് മേടിച്ചുകൊണ്ട് വന്ന് സെറ്റ് ചെയ്യണം. എല്ലാം ഭംഗിയാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ വീഡിയോ കാണിക്കുന്നതായിരിക്കും. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ അകത്തിരുന്ന് സ്കെൽട്ടൻ ബോഡി. അപ്പോൾ അതിൻ്റെ മാജിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ടിലോട്ട് നീങ്ങി തള്ളി നിൽക്കുന്ന ടൈപ്പിലുള്ള ട്യൂബാണ് വെച്ചിരിക്കുന്നത്. അതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ 2 വാൽവ് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്ന് ഒരു കൈ നോക്കായിരുന്നു. ഇതിൻ്റെ കപ്പാസിറ്റർ വന്നിട്ട് ഇതാണ്. 1, 2, 3 വാൽവും 2 IF-ഉം. പിന്നെ ഔട്ട്പുട്ട് ഇരിപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ഇതിനുണ്ട്. ഇൻപുട്ട് ഇത്, ഔട്ട്പുട്ട് ഇതെല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ 2 വാൽവ് ഇല്ല. വാൽവ് ഉണ്ടായിരുന്നു നമുക്കൊന്ന് ഓണാക്കി നോക്കായിരുന്നു. പറ്റുവാണെങ്കിൽ അത് വർക്ക് ചെയ്യിച്ചെടുക്കാമായിരുന്നു. ഇതൊക്കെ തുരുമ്പാണ്. ചിലപ്പം പുക വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. നമുക്കത് വൈൻഡിങ്ങൊക്കെ ബുദ്ധിമുട്ടാണ്. പ്രത്യേക ഒരു സൈസിലുള്ള ഇംഗ്ലണ്ടുകാർ ചെയ്തതല്ലേ, അന്നേരം പ്രത്യേക ഒരു സൈസിലുള്ള വൈൻഡിങ്ങൊക്കെ ആയിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഇതാണ്. അടിഭാഗത്ത് കുറച്ച് സാധനമേ ഉള്ളൂ. എന്നാലും 4 സെറ്റ് ആയതുകൊണ്ട് നല്ല പവർ ആയിരുന്നായിരിക്കും വർക്കിംഗ് ആയിരുന്നപ്പം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിന് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വീഡിയോയിൽ കാണാവുന്നതാണ്. ഗുഡ് ലക്ക്.